ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ CSIRൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എസ്പെഷ്യലി കമ്മ്യൂട്ടേറ്റർ ആൾജിബ്രയായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എഗെയിൻ എല്ലാ വർഷവും ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് CSIRൽ വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓപ്പറേറ്റേഴ്സ്, അതിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ദ കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി സ്ക്വയർ ഈസ്, ഫസ്റ്റ് നമുക്കൊരു സിമ്പിൾ പ്രോബ്ലമാണ്. കമ്മ്യൂട്ടേറ്റർ എക്സ് സ്ക്വയർ പി സ്ക്വയർ ഈസ്, ഇതിൽ ഏത് ഓപ്ഷനാണ് എക്സ് സ്ക്വയർ പി സ്ക്വയർ എന്നാണ് ചോദ്യം. സോ നമുക്ക് അറിയാവുന്ന ഇൻഫർമേഷൻസ് ഞാനിവിടെ എഴുതാം. നമുക്കറിയാവുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റർ എക്സ് പി എന്ന് പറയുന്നത് എന്താണ്? IH കട്ട്, റൈറ്റ്. ഈ കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമുക്കറിയാം. പക്ഷെ ഇവിടെ ഉള്ളത് എന്താണ്? എക്സ് സ്ക്വയർ പി സ്ക്വയർ ആണ്. നൗ എക്സ് സ്ക്വയർ പി സ്ക്വയർ ആണ്. നൗ ഞാനിവിടെ ഒരു കാര്യം ഇവിടെ എഴുതുകയാണ്. കമ്മ്യൂട്ടേറ്റർ എ ബി എന്നുള്ളതിനെ, കമ്മ്യൂട്ടേറ്റർ എ ബി കോമ സി എന്നുള്ള കമ്മ്യൂട്ടേറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക? ആദ്യം എന്ത് ചെയ്യുന്നു? എ ബി കോമ സി പ്ലസ് നെക്സ്റ്റ് എന്ത് വരുന്നു? എ കോമ സി ഇൻറ്റു ബി, അല്ലേ? നമുക്കറിയാം ഇവിടെ ഓർഡർ മാറ്റർ ആണ്. എ ഇൻറ്റു ബി എന്തല്ല, ബി ഇൻറ്റു എ അല്ല, അല്ലേ? അങ്ങനെ ആവണം നിർബന്ധമല്ല, അല്ലേ? സോ എ ബി കോമ സി എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? എ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുന്നു, ബി സി പ്ലസ് ദെൻ എന്ത് വരുന്നു? ബി എനെ സംബന്ധിച്ച റൈറ്റിലാണ്, സോ റൈറ്റിലോട്ട് പോകുന്നു, എ സി ബി. ഇതാണ് നമുക്കറിയാവുന്ന ഒരു എക്സ്പാൻഷൻ. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് സ്ക്വയർ പി സ്ക്വയർ എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് സ്ക്വയർ പി സ്ക്വയർ എന്നുള്ളതിനെ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സ് ഇൻറ്റു എക്സ് കോമ പി സ്ക്വയർ എന്ന് എഴുതുകയാണ്. ദെൻ എന്ത് ചെയ്യുന്നു? എക്സ് ഇതേപോലെ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു? പി സ്ക്വയർ അങ്ങനെ തന്നെ വെക്കുന്നു, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് പി സ്ക്വയർ പ്ലസ് എക്സ് പി സ്ക്വയർ ഇൻറ്റു എക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. now നമുക്ക് പിക്കും സെയിം കാര്യം ചെയ്യാം, പക്ഷെ വൺസ് എക്സും പി സ്ക്വയറും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മറ്റൊരു ഫോർമുല ഉപയോഗിക്കാം. അതായത് എക്സ് കോമ എഫ് ഓഫ് പി, എക്സ് കോമ പി IH കട്ടാന്ന് നമുക്കറിയാം. ഇവിടെ ഒരു ഫംഗ്ഷൻ ഓഫ് പി ആണ് വന്നതെങ്കിൽ അത് പി സ്ക്വയർ ആവാം, പി ക്യൂബ് ആവാം, പി സ്ക്വയർ പ്ലസ് പി ആവാം. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഓഫ് പി ആണ് വരുന്നതെങ്കിൽ നമുക്കിവിടെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എക്സ് പി എന്നായിരുന്നു, IH കട്ടായിരുന്നു. സോ ആ IH കട്ട് അങ്ങനെ തന്നെ വരും. എഫ് ഓഫ് പിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. പിക്ക് പകരം എഫ് ഓഫ് പി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എഫ് ഡാഷ് ഓഫ് പി, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ എക്സ് പി സ്ക്വയറിന്റെ എന്തായിരിക്കും? എക്സ് പി സ്ക്വയർ. എക്സ് പി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് പി കമ്മ്യൂട്ടേറ്റർ എക്സ് പി IH കട്ട് ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് പി സ്ക്വയർ, അല്ലേ? ഡിഫറൻഷ്യൽ ഓഫ് പി സ്ക്വയർ. സോ ഡി ബൈ ഡി പി ഓഫ് പി സ്ക്വയർ, അല്ലേ? എന്താ വരിക? ഡി പി സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താണ് വരിക? 2p ആണ് വരിക. സോ എന്ത് വരുന്നു? 2IH കട്ട് പി. ഓക്കെ, നൗ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പി സ്ക്വയർ എന്താണ്? 2IH കട്ട് പി ആണ്. സോ എക്സ് സ്ക്വയർ പി സ്ക്വയർ എന്ന് പറയുന്നത്, എക്സ് സ്ക്വയർ പി സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു 2IH കട്ട് പി പ്ലസ് എക്സ് പി സ്ക്വയർ, അല്ലേ? അഗൈൻ എന്താണ്? 2IH കട്ട് പി എക്സ്, റൈറ്റ്. നൗ നമുക്ക് എന്ത് കിട്ടുന്നു? 2IH കട്ട് കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 2IH കട്ട് ഇൻറ്റു എക്സ് പി പ്ലസ് പി എക്സ്. ഇതാണ് നമ്മളുടെ ആൻസർ. 2IH കട്ട് എക്സ് പി പ്ലസ് പി എക്സ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ, റൈറ്റ്. ഓപ്ഷൻ ബി ആണ് നമ്മളുടെ ആൻസർ. നൗ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇഫ് എ കോമ ബി ആൻഡ് സി ആർ നോൺ സീറോ, ശ്രദ്ധിക്കണം, നോൺ സീറോ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ്, നോൺ സീറോ ഹെർമിഷ്യൻ ഓപ്പറേറ്റേഴ്സ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് റിലേഷൻസ് മസ്റ്റ് ബി ഫോൾസ്? ഇതിൽ ഏത് റിലേഷനാണ് തെറ്റായിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഹെർമിഷ്യൻ ഓപ്പറേറ്റർ? നോൺ സീറോ ആണ് അത്. ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്താണ്? എന്തായിരുന്നു ഹെർമിഷ്യൻ ഓപ്പറേറ്റർ? എ ഡയഗ്രം എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഹെർമിഷ്യൻ ഓഫ് എ എന്തായിരിക്കണം? എ തന്നെ ആയിരിക്കണം, റൈറ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെർമിഷ്യൻ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്, റൈറ്റ്.
എന്താണ് സ്ക്യൂ ഹെർമിഷൻ ഓപ്പറേറ്റർ എന്താണ്? എ ഡാഗർ ഈക്വൽ ടു എന്തായിരിക്കണം? മൈനസ് എ ആയിരിക്കണം. നോൺ ഹെർമിഷൻ എന്താണ്? എ ഡാഗർ എന്ന് പറയുന്നത് എ അല്ല, മൈനസ് എ അല്ല, സംതിങ് എൽസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു ഹെർമിഷൻ ആണ്, അത് നോൺ സീറോ ആണ്. ഓക്കെ, അപ്പോൾ എ ഡാഗർ ഈക്വൽ ടു എ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് റിലേഷനാണ് തെറ്റായിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ എയും ബിയും സിയും ഹെർമിഷൻ ആണെങ്കിൽ എ ഡാഗർ ഈക്വൽ ടു എ, ബി ഡാഗർ ഈക്വൽ ടു ബി, സി ഡാഗർ ഈക്വൽ ടു സി ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റിലേഷൻ ചെക്ക് ചെയ്യാം. കമ്മ്യൂട്ടേറ്റർ എ കോമ ബി ഈക്വൽ ടു സി എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻ. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഈ റിലേഷൻ കറക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹെർമിഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ക്ലൂ എന്താണ്? ഇതിൻ്റെ ഹെർമിസിറ്റി നോക്കുക, അല്ലെങ്കിൽ ഇത് ഹെർമിഷൻ എടുക്കുക അല്ലേ, ഈ ഓപ്പറേറ്ററിൻ്റെ ഹെർമിഷൻ എടുക്കുക. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനെ മൊത്തത്തിൽ ഡാഗർ എടുക്കുകയാണ്, സി ഡാഗർ എടുക്കുകയാണ്. സി ഡാഗർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എന്താണ് ബൈ ദ വേ ഡാഗർ? നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എ കോൺജുഗേറ്റ് ഓൾ ട്രാൻസ്പോസ് ആണ് എന്ത് ഡാഗർ എന്ന് പറയുന്നത്. സോ നമുക്ക് സി ഡാഗർ എടുക്കണം. എന്താണ് സി ഡാഗർ? സി ഡാഗർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സി തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? അത് ഹെർമിഷൻ ആണ്, റൈറ്റ്, ഹെർമിഷൻ ആണ്. നൗ എ ബി ഓൾ ഡാഗർ, എ കോമ ബി കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് എന്താണ്? എ ബി മൈനസ് ബി എ ഓൾ ഡാഗർ ആണ്, ഈക്വൽ ടു സി എന്ന് നമുക്ക് കിട്ടി, റൈറ്റ്, ഈക്വൽ ടു സി ആണ് നമുക്ക് കിട്ടി. നൗ നോക്കുക, എ ബി ഓൾ ഡാഗർ, ഇതിനെ ഞാൻ എങ്ങനെയാണ് വീണ്ടും ഞാൻ ഇതിനെന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു. എ ബി ഓൾ ഡാഗർ മൈനസ് ബി എ ഓൾ ഡാഗർ ഈക്വൽ ടു സി. നൗ എ ബി ഓൾ ഡാഗർ, ഡാഗർ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ ഡാഗർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ട്രാൻസ്പോസ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? അതിൻ്റെ ഓർഡർ ഞാൻ റിവേഴ്സ് ചെയ്യണം. സോ എ ബി അറിയാത്തവർക്ക് അവിടെ എഴുതാം, എ ബി ഓൾ ഡാഗർ എന്ന് പറഞ്ഞാൽ ബി ഡാഗർ എ ഡാഗർ ആണ്. ഒരിക്കലും എന്തല്ല എ ഡാഗർ ബി ഡാഗർ അല്ല, ബി ഡാഗർ എ ഡാഗർ ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ തിരിച്ചിടുന്നു. എ ബി ഓൾ ഡാഗർ എന്താ നമുക്ക് കിട്ടുക? ബി ഡാഗർ എ ഡാഗർ മൈനസ് ഇത് തിരിച്ചിട്ട് എന്ത് വരും? എ ഡാഗർ ബി ഡാഗർ എന്ന് കിട്ടും അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു സി. നൗ എയും ബിയും ഹെർമിഷൻ ആണ്. സോ ബി ഡാഗർ ബി ആണ്, എ ഡാഗർ എ ആണ് അല്ലേ. അപ്പം നമുക്ക് എന്താ കിട്ടുക? ബി എ മൈനസ് എ ബി ഈക്വൽ ടു സി എന്ന് കിട്ടും. പക്ഷെ ബി എ മൈനസ് എ ബി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റർ ബി കോമ എ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സി എന്ന് കിട്ടും. നൗ നോക്കുക, എ കോമ ബി, കമ്മ്യൂട്ടേറ്റർ എ കോമ ബി എന്തായിരുന്നു? ഓൾറെഡി സി ആയിരുന്നു അല്ലേ. കമ്മ്യൂട്ടേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കമ്മ്യൂട്ടേറ്റർ എ കോമ ബി ഈക്വൽ ടു സി എന്നുള്ള റിലേഷനാണ്. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? എ കോമ ബിയും സി ആണ്, ബി കോമ എയും സി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? ബി കോമ എ ആണ്. ഇത് എപ്പോഴെങ്കിലും ശരിയാവോ? ഇല്ല, ഒരിക്കലും ശരിയാവില്ല. എന്തുകൊണ്ടാ? ഒരു കമ്മ്യൂട്ടേറ്ററിനെ തിരിച്ചിട്ടാൽ ഓർഡർ മാറ്റിയാൽ അവിടെ എന്ത് വരും? ഒരു മൈനസ് സൈൻ വരും. സോ ഇത് തെറ്റാണ്, റൈറ്റ്. അപ്പോൾ ഈ റിലേഷൻ എന്താണ്? തെറ്റാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ റിലേഷൻ എന്താണ്? തെറ്റാണ്. ഇത് ശരിയായപ്പോൾ മാത്രമാണ് ഇത് രണ്ടും സീറോ ഓപ്പറേറ്റേഴ്സ് ആകുമ്പോൾ. പക്ഷെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? നോൺ സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഈ റിലേഷൻ എന്ത് ചെയ്യില്ല? ഹോൾഡ് ചെയ്യില്ല. സോ ദിസ് ഇസ് റോങ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റർ എ കോമ ബി എന്തല്ല? ഒരിക്കലും സി അല്ല. അല്ലെങ്കിൽ എ കോമ ബി ഒരിക്കലും എന്താവില്ല? ഹെർമിഷൻ ഓപ്പറേറ്റർ ആവില്ല. സോ ഇത് തെറ്റാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. നമ്മളുടെ ചോദ്യം ഏതാണ് ഫോൾസ് എന്നാണ് ചോദ്യം. സോ നമുക്ക് ഉത്തരം കിട്ടിയത് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മറ്റ് ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. എ ബി പ്ലസ് ബി എ ഈക്വൽ ടു സി എന്നുള്ള റിലേഷൻ നമുക്കൊന്ന് നോക്കാം. ഇത് ശരിയാണോ എന്ന് നോക്കാം. എ ബി പ്ലസ് ബി എ ഓൾ ഡാഗർ ഈക്വൽ ടു സി ഡാഗർ. ഞാൻ ഇതിൻ്റെയും ഡാഗർ എടുത്തിരിക്കുകയാണ്. സോ സി ഡാഗർ എന്താണ്? സി തന്നെയാണ്. നൗ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ സ്പീഡ് പറയുകയാണ്. എ ബി ഓൾ ഡാഗർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തിരിച്ചിടണം അല്ലേ. സോ ബി ഡാഗർ എ ഡാഗർ പ്ലസ് ബി എ ഓൾ ഡാഗർ എന്തായിരിക്കും? എ ഡാഗർ ബി ഡാഗർ ഈക്വൽ ടു സി. നൗ ബി ഡാഗർ ബി ആണ്. സോ ബി എ പ്ലസ് എ ബി ഈക്വൽ ടു സി. നമുക്ക് എന്ത് വരുന്നു? നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എ ബി പ്ലസ് ബി എ ഈക്വൽ ടു സി ആണ്. നമുക്ക് കിട്ടിയ എന്താണ്? ബി എ പ്ലസ് എ ബി ഈക്വൽ ടു സി ആണ്. പക്ഷേ ഇതെന്താണ്? എ ബി പ്ലസ് ബി എയും ബി എ പ്ലസ് എ ബി എന്താണ്? സെയിം തന്നെയാണ്. സോ അതെന്താണ്? ശരിയാണ്, റൈറ്റ്. അപ്പോൾ ആ റിലേഷൻ തെറ്റല്ല. നൗ ഈ മൂന്നാമത്തെ റിലേഷൻ നോക്കുക. എ ബി എ ഈക്വൽ ടു സി. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. എ ബി എ ഈക്വൽ ടു സി. ജസ്റ്റ് ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റർ എടുക്കുക. എ ബി എ ഓൾ ഡാഗർ ഈക്വൽ ടു സി ഡാഗർ ഈക്വൽ ടു സി. നൗ കമ്മ്യൂട്ടേറ്റർ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ തിരിച്ചിടണം അല്ലേ. സോ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഇത് രണ്ടെണ്ണത്തിന് ഒരു ഗ്രൂപ്പ് ആക്കുന്നു, എന്നിട്ട് അത് ഓർഡർ മാറ്റുന്നു. അപ്പോൾ എന്ത് വരും? എ ഡാഗർ ഇൻറ്റു എ ബി
ഹോൾ ഡയഗർ അല്ലേ ഈക്വൽ ടു സി. ദെൻ ഞാൻ ഇതിനെ ഡയഗർ കൊടുക്കുന്നു, വീണ്ടും തിരിച്ചിടുന്നു, എന്ത് വരുന്നു? എ ഡയഗർ ബി ഡയഗർ എ ഡയഗർ ഈക്വൽ ടു സി. നൗ ഇതൊക്കെ എന്താണ്? എഗെയിൻ എ ബി എ ഈക്വൽ ടു സി ആണ്. സോ നമുക്ക് നോക്കിയാൽ കാണാം അത് നമ്മുടെ ഇനീഷ്യൽ റിലേഷൻ തന്നെയാണ്. സോ അതും എന്താണ്? ശരിയാണ്. നൗ ലാസ്റ്റ് വൺ, എ പ്ലസ് ബി ഈക്വൽ ടു സി. എ പ്ലസ് ബി ഈക്വൽ ടു സി. നമ്മൾ ഡയഗർ എടുക്കുകയാണ്. എ പ്ലസ് ബി ഹോൾ ഡയഗർ ഈക്വൽ ടു സി ഡയഗർ ഈക്വൽ ടു സി. എന്താ നമുക്ക് കിട്ടുക? ഇത് സമ്മാണ്. സിംപ്ലി എന്താണ്? എ ഡയഗർ പ്ലസ് ബി ഡയഗർ ആണ്. എ ഡയഗർ പ്ലസ് ബി ഡയഗർ എന്താണ്? എ തന്നെയാണ്, എ പ്ലസ് ബി തന്നെയാണ്. സോ എഗെയിൻ എന്താണ്? ഈ റിലേഷൻ അഗ്രി ചെയ്യുന്നുണ്ട് അല്ലേ? സോ നമുക്ക് എന്ത് മനസ്സിലായി? ഇതിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ എ മാത്രമാണ്. സോ അതാണ് ഇവിടെ ചോദ്യം. മസ്റ്റ് ബി ഫോൾസ് എന്നാണ്. സോ ഏതാണ്? എ കോമ ബി ഈക്വൽ ടു സി എന്നുള്ളതാണ് ഇവിടെ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി സാറ്റിസ്ഫൈ ദി കമ്മ്യൂട്ടേഷൻ റിലേഷൻ എ കോമ ബി ഈക്വൽ ടു 1 വിച്ച് ഈസ് ഐ. ആക്ച്വലി ഇത് ഓപ്പറേറ്റേഴ്സ് ആയതുകൊണ്ട് എന്താണ്? ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഐ ആണ്. വേർ ഐ ഈസ് ദി ഐഡന്റിറ്റി ഓപ്പറേറ്റർ. ദെൻ ഈ റിലേഷനിൽ നമ്മൾ ആൻസർ നിങ്ങൾ കണ്ടു, റൈറ്റ്? പക്ഷേ കുഴപ്പമില്ല, ഈ റിലേഷനിൽ ഏതാണ് ശരിയെന്നാണ് ചോദ്യം. ഓക്കെ, എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം. കമ്മ്യൂട്ടേറ്റർ ഇ പവർ എ കോമ ബി ഈക്വൽ ടു ഇ പവർ എ, ഇ പവർ എ കോമ ബി ഈക്വൽ ടു ഇ പവർ ബി കോമ എ, ഇങ്ങനെയുള്ള ഒരു റിലേഷനാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ? നമ്മളിത് എങ്ങനെയാണ് ചെയ്യുക? ഓക്കെ, ഞാനതിൽ എഗെയിൻ ഞാനതിന് ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അറിയാവുന്നത് ഇതെല്ലാം എന്താണ്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ് അല്ലേ? ഇ പവർ എ കോമ ബി എന്താണെന്നാണ് ചോദ്യം അല്ലേ? സോ ഞാനത് ചെക്ക് ചെയ്യുകയാണ്. ഇ പവർ എ എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ മാറ്റാം? ഇ പവർ എ എന്നുള്ളതിനെ എങ്ങനെ മാറ്റാം? ഇത് ഇ പവർ എക്സ് ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? നിങ്ങൾക്കറിയാം ഇ പവർ എക്സിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സോ ഓൺ അല്ലേ? സെയിം വേ നിങ്ങൾക്ക് എക്സ്പൊണൻഷ്യൽ ഓഫ് എ മെട്രിക്സും കാണാൻ പറ്റും, അല്ലെങ്കിൽ ഓപ്പറേറ്ററും കാണാൻ പറ്റും. എക്സ്പൊണൻഷ്യൽ ഓഫ് എ മെട്രിക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഇ പവർ എ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് 1ന് പകരം ഐ പ്ലസ് എ, എക്സിന് പകരം എ അല്ലേ? എ ആണ്. എ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സോ ഓൺ. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാം? ഇ പവർ എ കോമ ബി ഒന്ന് കണ്ടു നോക്കാം. ഇ പവർ എ കോമ ബി. ഓക്കെ, അപ്പോൾ എന്താ വരിക? കമ്മ്യൂട്ടേറ്റർ എന്താ വരിക? ഇതുമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ബി കമ്മ്യൂട്ട് ചെയ്യേണ്ടത് അല്ലേ? സോ എന്ത് വരുന്നു? ഐ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സോ ഓൺ കോമ ബി. നൗ എന്ത് ചെയ്യാം? എനിക്കിതിനെ ഓരോ ടേമിൻ്റെ കമ്മ്യൂട്ടേഷൻ വേറെ വേറെ എഴുതാം. എന്താ നമുക്ക് കിട്ടുക? ഇൻ്റഗ്രൽ ഐ കോമ ബി അല്ലേ? ഐ കോമ ബി പ്ലസ് എ കോമ ബി പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു എ സ്ക്വയർ കോമ ബി പ്ലസ് എ ക്യൂബ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു എ ക്യൂബ് കോമ ബി. ഇങ്ങനെയാണ് പോകുന്നത്. ഞാൻ ഇവിടെ നോക്കാം. ഐ കോമ ബി, കമ്മ്യൂട്ടേറ്റർ ഐ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? ഐ ബി മൈനസ് ബി എ ആണ് അല്ലേ? ഐ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സോ ഐ ബി എന്താണ്? സിംപ്ലി ബി തന്നെയാണ്. ബി എ എന്താണ്? അതും ബി തന്നെയാണ്. ഐ ബി മൈനസ് ബി എ എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ ഏതൊരു മെട്രിക്സുമായിട്ടും എന്ത് ചെയ്യും? ഐഡന്റിറ്റി മെട്രിക്സ് കമ്മ്യൂട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ആ കമ്മ്യൂട്ടേറ്റർ എന്തായിരിക്കും? ഇത് 0 ആയിരിക്കും. ഇത് 0 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് എന്ത് കാണാം? എ കോമ ബി കാണാം. പക്ഷേ ഇവിടെ എന്ത് തന്നിട്ടുണ്ട് നമുക്ക്? ഓൾറെഡി എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിലുള്ളത് എ സ്ക്വയർ ബി ആണ്, ഇത് എ ക്യൂബ് ബി ആണ്. സോ ഞാൻ നേരത്തെ പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് ഒരു റിലേഷൻ പറഞ്ഞു. എക്സ് ഇൻറ്റു എഫ് ഓഫ് പി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഐ എച്ച് കട്ട് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് പി ആയിരുന്നു. സെയിം വേ നമുക്ക് എ കോമ ബി കാണണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? എനിക്ക് എ സ്ക്വയർ ബി എന്നുള്ളതിനാ എ ബി കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു, അതായത് ഞാൻ നേരത്തെ ചെയ്ത എഫക്റ്റീവ്ലി എന്തായിരുന്നു? എക്സ് എഫ് ഓഫ് പി എന്ന് പറയുന്നത്
ഞാൻ ഐ എച്ച് കട്ട് എന്ന് എഴുതിയിരുന്നു അല്ലേ, ഐ എച്ച് കട്ട് ഇൻറ്റു എഫ് ഡാഷ് പി ആയിരുന്നു. എന്താണ് ഐ എച്ച് കട്ട്? ഐ എച്ച് കട്ട് എന്ന് പറയുന്നത് എക്സും പിയും തമ്മിലുള്ള കമ്മ്യൂട്ടേറ്ററാണ്, അതാണ് ഐ എച്ച് കട്ട്. ഇൻറ്റു എന്താണ് ഞാൻ ചെയ്തത്? എഫ് ഡാഷ് ഓഫ് പി ആണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഒറിജിനൽ കമ്മ്യൂട്ടേറ്റർ റിലേഷൻ ഇൻറ്റു അതിലെ ഡിഫറൻഷ്യൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ എ കോമ ബി, അല്ലെങ്കിൽ ഇവിടെ എ ആണ് ഫംഗ്ഷൻ അല്ലേ, എ സ്ക്വയർ കോമ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? എ ഫംഗ്ഷൻ ഓഫ് എ ആണ് അല്ലേ, എ സ്ക്വയർ ആവാം, എ ക്യൂബ് ആവാം. ഫംഗ്ഷൻ ഓഫ് എ കോമ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എ കോമ ബി ഉണ്ടാവും ഇവിടെ കമ്മ്യൂട്ടേറ്റർ. ഇവിടെ ഞാൻ ഈ കമ്മ്യൂട്ടേറ്ററിനെ ലെഫ്റ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തു. എനിവേ അതൊരു നമ്പറാണ്, നമ്പർ അല്ലാതിരിക്കാം, പക്ഷെ എന്ത് ചെയ്തു? ലെഫ്റ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എഫ് ഓഫ് എ ആണ്, സോ എന്ത് ചെയ്യുന്നു? റൈറ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എന്ത് ചെയ്യണം? ഞാൻ ലെഫ്റ്റിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്യണം, എഫ് ഡാഷ് ഓഫ് എ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. എ കോമ ബി അങ്ങനെ തന്നെ നിൽക്കട്ടെ, എ കോമ ബി പ്ലസ് 1/2 ഫാക്ടോറിയൽ അല്ലേ, അത് അവിടെ തന്നെ നിൽക്കട്ടെ, 1/2 ഫാക്ടോറിയൽ. എ സ്ക്വയർ ബി എന്ന് പറയുന്നത് എന്താണ്? കമ്മ്യൂട്ടേറ്റർ എ ബി ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എ ആണ്. സോ കമ്മ്യൂട്ടേറ്റർ എ ബി അവിടെ ഉണ്ട്, എഫ് ഡാഷ് ഓഫ് എ. എന്താണ് എഫ് ഡാഷ് ഓഫ് എ? എഫ് ഡാഷ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയറിന്റെ എഫ് ഓഫ് എന്താണ്? ഇവിടെ എ സ്ക്വയർ ആണ്. സോ എ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ എന്താണ്? എ സ്ക്വയറിന്റെ ഡിഫറൻഷ്യൽ 2a ആണ്. സോ വിച്ച് ഇസ് 2a അല്ലേ, പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു എ കോമ ബി. ദെൻ ഡിഫറൻഷ്യൽ ഓഫ് എ സ്ക്വയർ കണ്ടു, ഇനി എന്താണ്? ഡിഫറൻഷ്യൽ ഓഫ് എ ക്യൂബ് ആണ്. എ ക്യൂബ് എന്താ വരിക? 3a സ്ക്വയർ അല്ലേ, സോ ഓൺ. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. നൗ നോക്കാം, എ കോമ ബി എനിക്ക് ഇതിൽ നിന്നെല്ലാം എന്ത് ചെയ്യാം? കോമൺ ആയിട്ട് പുറത്തെടുക്കാം അല്ലേ. എ കോമ ബി കോമൺ ആയിട്ട് പുറത്തെടുക്കാം. 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 2 എന്താ വരിക? 2 കട്ട് ചെയ്ത് പോയി, അടിയിൽ എന്ത് വരും? 1 വരും. 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 3. 3 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 3 × 2 × 1. 3 കട്ട് ചെയ്ത് പോയി, എന്ത് ബാക്കി വരും? 2 × 1 വിച്ച് ഈസ് 2 ഫാക്ടോറിയൽ. അപ്പോൾ അടുത്ത ടേം എന്തായിരിക്കും? നിങ്ങൾക്ക് ഗസ് ചെയ്യാം. 1/4 ഫാക്ടോറിയൽ ഇൻറ്റു 4 എന്ത് വരും? 4 കട്ട് ചെയ്ത് പോകും, എന്ത് ബാക്കി വരും? 1/3 ഫാക്ടോറിയൽ. സോ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ. നൗ എനിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ എന്തായാലും എനിവേ ആൻസർ നേരത്തെ കണ്ടു അല്ലേ. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ സ്ലൈഡിലോട്ട് തന്നെ പോവാം. ഞാനതിനെ ഒന്ന് അങ്ങോട്ട് മാറ്റി എഴുതുകയാണ്. സോ എന്തായിരുന്നു നമ്മുടെ 1/, സോ വാട്ട് വാസ് അവർ റിലേഷൻ? ഇ പവർ എ കോമ ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് എന്താണ്? ഫൈനലി എന്താ കിട്ടിയത്? എ കോമ ബി പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു അല്ലേ, എന്തായിരുന്നു വന്നത്? 2a. 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 2a എ കോമ ബി പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 3a സ്ക്വയർ എ കോമ ബി. ഇതായിരുന്നു നമുക്ക് കിട്ടിയത് റൈറ്റ്. നൗ ഞാൻ ഇതിൽ നിന്ന് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? എ കോമ ബി പുറത്തെടുക്കുന്നു, എ കോമ ബി പുറത്തെടുക്കുന്നു. ദെൻ നമുക്ക് എന്ത് കിട്ടും? എ കോമ ബി പുറത്തെടുത്ത് അവിടെ എന്ത് ബാക്കി വരും? ഐഡന്റിറ്റി മെട്രിക്സ് ഐ വരും അല്ലേ. ഐ പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു 2 എന്താ നമുക്ക് കിട്ടുക? 2 ക്യാൻസൽ ചെയ്ത് പോകും. 1/1 ഫാക്ടോറിയൽ വിച്ച് ഈസ് 1. സോ എന്ത് വരുന്നു? ഐ പ്ലസ് എ വരുന്നു, എ കോമ ബി ഞാൻ പുറത്തെടുത്തു. ദെൻ പ്ലസ് 1/3 ഫാക്ടോറിയൽ ഇൻറ്റു 3 സ്ക്വയർ. 3 കട്ട് ചെയ്ത് പോയി, ബാക്കി എന്താ ബാക്കി വരിക? 2 ഫാക്ടോറിയൽ. സോ എന്ത് വരുന്നു? 1/2 ഫാക്ടോറിയൽ, എ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എ ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ സോ ഓൺ. നൗ ഇത് നിങ്ങൾക്കറിയാം, ഇതെന്താണ്? ഇ പവർ എ ആണ്, ഇ പവർ എ ആണ്. നൗ നമുക്ക് ഒരു ഇൻഫർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എ കോമ ബി എന്താണ്? കമ്മ്യൂട്ടേറ്റർ എ കോമ ബി എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ഐ ആണ് അല്ലേ. സോ സിംപ്ലി ഇതെന്താണ്? ഐ ആണ്. സോ ഇതെന്ത് വരുന്നു? ഐ ഇൻറ്റു ഈ ടേം എന്താണ്? ഇ പവർ എ. സോ വിച്ച് ഈസ് ഇ പവർ എ. സോ നമ്മുടെ ആൻസർ എന്താണ്? കമ്മ്യൂട്ടേറ്റർ ഇ പവർ എ കോമ ബി എന്താണ്? ഇ പവർ എ ആണ് റൈറ്റ്. അപ്പോൾ അതൊരു നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. നൗ next question. The operator A has a matrix representation 2 1 1 2 in the base is spanned by 1 0 0 1 in another base is spanned by 1 by root 2 1 1 1 by root 2 1 minus 1
ദെൻ ദ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ഓഫ് എ ഈസ് എന്നാണ് ചോദ്യം. എന്താ ക്വസ്റ്റ്യനിൽ പറയുന്നത്? നമ്മുടെ കയ്യിൽ ഒരു ഓപ്പറേറ്റർ എ ഉണ്ട്, ഓക്കെ. പക്ഷേ ഏതൊരു ഓപ്പറേറ്ററും ഏതൊരു മെട്രിക്സും നമുക്ക് പറയണമെങ്കിൽ ഒരു ബേസിസ് വേണം. ആ ബേസിസിലാണ് നമ്മൾ ആ ഓപ്പറേറ്റർ പറയുന്നത്, അല്ലേ? ഈ എ തന്നിരിക്കുന്നത്, എ എന്ന് പറയുന്നത് 2 1 1 2 ആവുന്നത് എപ്പോഴാണ്? ഇതൊരു റെപ്രസെൻറ്റേഷനാണ്. ആ ഒരു പെർട്ടിക്കുലർ ബേസിസിലാണ് അത് 2 1 1 2 ആവുന്നത്, അല്ലേ? അതിൻ്റെ ബേസിസ് നമുക്ക് തന്നിരിക്കുന്നത്, ആ ബേസിസിനെ ഞാൻ തൽക്കാലം E1 എന്ന് വിളിക്കുകയാണ്. E1 എന്ന് പറയുന്ന ബേസിസ് എന്താണ്? 1 0 ആണ്. E2 എന്ന് പറയുന്ന ബേസിസ് എന്താണ്? 0 1 ആണ്. ഈ ബേസിസിനെ നമ്മൾ വിളിക്കുക സ്റ്റാൻഡേർഡ് ബേസിസ് എന്നാണ്, അല്ലേ? കാരണം 1 0 0 1 പരസ്പരം ഓർത്തോനോർമലാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ബേസിസിൽ നമുക്കൊരു ഓപ്പറേറ്റർ എ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ പുതിയൊരു ബേസിസിലേക്ക് മാറ്റണം. പുതിയ 2 ബേസിസ് വെക്ടേഴ്സിൻ്റെ ടേംസിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? എ മാറ്റണം. പുതിയ ബേസിസ് എന്താണ്? ഞാൻ അതിനെ B1 എന്ന് വിളിക്കുകയാണ്. B1 എന്താണ്? 1/√2 1 1 ആണ്. B2 1/√2 1 -1 ആണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതും ഓർത്തോനോർമലാണ്. കാരണം B1.B2 എന്നാണ് 0 ആണ്. B1 × B1 1 ആണ്. B2 × B2 1 ആണ്. ഇതും ഓർത്തോനോർമൽ തന്നെയാണ്, പക്ഷേ ഇതൊരു പുതിയ ബേസിസ് ആണ്. ഈ ബേസിസിലേക്ക് എ എങ്ങനെയാണ് ഞാൻ മാറ്റുക എന്നുള്ളതാണ്. ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ എങ്ങനെയായിരിക്കും എ എന്നാണ് ചോദ്യം. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഒരു ബേസിസിൽ നിന്ന് വേറൊരു ബേസിസിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നു. S ഇൻവേഴ്സ് എ എസ്. ഇതാണ് നമ്മൾ ഒരു ബേസിസിൽ നിന്ന് വേറൊരു ബേസിസിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഫോർമുല, റൈറ്റ്? പക്ഷേ ഇവിടെ എസ് എന്ന് പറയുന്നത് എന്താണ്? എസ് എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്. എഗെയിൻ ഒരു മെട്രിക്സ് ആണ്. ആ മെട്രിക്സ് നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്? ഇതേ B1 ഉം B2 ഉപയോഗിച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഓക്കെ. പക്ഷേ ആ B1, അതായത് നമ്മളുടെ പുതിയ ബേസിസ് വെക്ടറിനെ പഴയ ബേസിസിൻ്റെ ടേംസിൽ റെപ്രസെൻ്റ് ചെയ്യണം. പുതിയ ബേസിസ് വെക്ടറിനെ പഴയ ബേസിസിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യണം. രണ്ടാമത്തത് B2 എന്ന് പറയുന്ന കോളത്തെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എന്ത് ചെയ്യണം? പഴയ ബേസിസിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് എസ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ എസ് ഇൻവേഴ്സ് കാണും. ഓക്കെ, നമുക്കത് ചെയ്യാം. സോ നമ്മളുടെ മെട്രിക്സ് ഇവിടെ എഴുതുകയാണ്. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തായിരുന്നു? 2 1 1 2, അല്ലേ? 2 1 1 2 ആണ്, റൈറ്റ്? നൗ നമ്മളുടെ ഓൾഡ് ബേസിസ് എന്തായിരുന്നു? നമ്മളുടെ E1 = 1 0, E2 = 0 1. അപ്പം നമുക്ക് പുതിയ ബേസിസിലേക്ക് മാറ്റണം. അപ്പോൾ പുതിയ ബേസിസിലേക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പുതിയ ബേസിസ് B1 എന്ന് പറയുന്നത് 1/√2 1 1 ആണ്. B2 1/√2 1 -1 ആണ്. ഓക്കെ, എങ്ങനെയാണ് ഇതിനെ ഈ പഴയ ബേസിസിൽ ഈ പുതിയ ബേസിസ് വെക്ടേഴ്സിനെ എഴുതുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാനിതിനെ പിരിച്ചെഴുതാൻ പോവാണ്. ഇതിനെ ഞാൻ 1/√2 × 1 0 പ്ലസ് 1/√2 × 0 1 എന്ന് എനിക്ക് എഴുതാമല്ലോ. നോക്കിയേ, 1/√2 ഇവിടെ 1/√2 വരണം. നോക്കുക, 1/√2 × 1 പ്ലസ് 0 1/√2. 1/√2 = 1/√2 × 0 പ്ലസ് 1/√2. സോ ഇത് തന്നെയാണിത്, അല്ലേ? നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും. ഇനി നോക്കുക, ഇത് നമ്മളുടെ ബേസിസ് വെക്ടേഴ്സ് അല്ലേ? സോ ബേസിക്കലി ഇതെന്താണ്? പഴയ ബേസിസ് ആണ്. 1/√2 E1 പ്ലസ് 1/√2 E2 തന്നെയാണ്, അല്ലേ? സോ എൻ്റെ ടാസ്ക് കംപ്ലീറ്റ് ആയി. എന്താണ്? B1 ഞാൻ എന്ത് ചെയ്തു? ഓൾഡ് ബേസിസിൻ്റെ ഫോമിൽ എഴുതി, അല്ലേ? അതേപോലെ എനിക്ക് B2 എഴുതാമല്ലോ. B2 ഞാൻ എന്ത് എഴുതുന്നു? 1/√2 1 -1 ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? അത് 1 0 ആണ് പ്ലസ് 1/√2. ഇവിടെ പക്ഷേ എന്ത് വേണം? -1 ആണ്, അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു മൈനസ് ഇട്ട് കൊടുക്കുന്നു. 0 1. നിങ്ങൾ അഗെയിൻ നോക്കാം, ഇതിനെ സം ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കിട്ടുന്നത്, അല്ലേ? സോ ഞാൻ ഇതിനെ എന്ത് ചെയ്തു? പഴയ ബേസിസിലേക്ക് മാറ്റി. 1/√2 E1 - 1/√2 E2 എന്നാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഈ പഴയ ബേസിസിൻ്റെ ടേംസിൽ എൻ്റെ ഈ മെട്രിക്സ് എന്താണ്? എൻ്റെ ഈ പുതിയ ബേസിസ് മെട്രിക്സ്
അല്ലെങ്കിൽ പുതിയ ബേസിസ് വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1/√2 1/√2 ആണ് അല്ലെ? 1/√2 1/√2 ആണ്. ഈ B2 എന്ന് പറയുന്ന വെക്ടർ പഴയ ബേസിസിൽ എന്താണ്? 1/√2 മൈനസ് 1/√2 ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ എസ് വെക്ടർ, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിക്കേണ്ട വെക്ടർ എന്താണ്? എസ് എന്ന് പറയുന്നത് എന്താണ്? 1/√2. ഈ രണ്ട് കോളവും സ്റ്റാക്ക് ചെയ്ത് വെച്ചാണ് അല്ലേ? 1/√2 1/√2 1/√2 മൈനസ് 1/√2. സോ എനിക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യാം? 1/√2 പുറത്തെടുക്കാം. സോ 1/√2 പുറത്തെടുത്താൽ എന്ത് വരും? 1 1 1 മൈനസ് 1. അപ്പോൾ ഇതാണ് എൻ്റെ എസ് വെക്ടർ അല്ലേ? എസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നൗ ഇതിൻ്റെ എസ് ഇൻവേഴ്സ് കാണണം നമുക്ക്. എസ് ഇൻവേഴ്സ് കാണാൻ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്ത് ചെയ്യണം? 1/determinant ഓഫ് അഡ്ജോയിന്റ് ഓഫ് എ ആണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇതെന്താണ്? ഒരു ഓർത്തോനോർമൽ വെക്ടർ ആണ് അല്ലേ? ഇതിൻ്റെ കോളംസ് എന്താണ്? പരസ്പരം ഓർത്തോനോർമൽ ആണ്. സോ എസ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? സിംപ്ലി എസ് ട്രാൻസ്പോസ് ആണ്. എസ് ട്രാൻസ്പോസ് ആണ്. സോ എസ് ട്രാൻസ്പോസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യാം? സിംപ്ലി ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് കാണാം വീണ്ടും അത് തന്നെയാണ് കിട്ടുക അല്ലേ? 1 1 1 മൈനസ് 1. സോ എസ് ഇൻവേഴ്സ് എന്താണ്? സെയിം വെക്ടർ തന്നെയാണ്. എസ് ഇൻവേഴ്സ് എന്താണ്? സെയിം വെക്ടർ തന്നെയാണ്. 1/√2 1 1 1 മൈനസ് 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് എസും എസ് ഇൻവേഴ്സും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒറിജിനൽ വെക്ടർ എനെ പുതിയ ബേസിസിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എസ് ഇൻവേഴ്സ് എ എസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, എസ് ഇൻവേഴ്സ് എ എസ് ആണ് ചെയ്യേണ്ടത്. സോ എസ് ഇൻവേഴ്സ് എ എസ് ചെയ്താൽ എന്താ കിട്ടുക? 1/√2 1 1 1 മൈനസ് 1 2 1 1 2 1/√2 1 1 1 മൈനസ് 1. ഓക്കെ, നമുക്ക് ചെയ്താൽ എന്താ കിട്ടുക? 1/√2 1/√2 1/2 വരും. നൗ ഈ മെട്രിക്സ് അവിടെ ബാക്കി വരും. ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ത് വരും? 2 1 1 1 എന്ത് വരും? 2 + 1 3 വരും അല്ലേ? 2 + 1 3. നൗ റോ ഇൻറ്റു കോളം അല്ലേ? 2 + -1 എന്ത് വരും? 1 വരും. ദെൻ 1 + 2 3 1 - 2 -1. നൗ നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 1/2 1/2 ഇൻറ്റു 3 + 3 6. ദെൻ 1 - 1 0 3 - 3 0 എന്ത് വരുന്നു? 1 -1 എന്ത് വരുന്നു? 1 + 1 2 വരുന്നു. നൗ പുറത്തുള്ള 1/2 എനിക്ക് ഉള്ളോട്ട് എടുത്താൽ എന്ത് കിട്ടും? 6/2 3 വരും. 3 0 0 1. ഇതാണ് നമ്മളുടെ ആൻസർ. ഇതാണ് നമ്മളുടെ എ ഇൻ ന്യൂ ബേസിസ്. സോ നമുക്ക് നമ്മളുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. നമ്മളുടെ ഓപ്ഷൻസ് ചെക്ക് ചെയ്യാം. 3 0 0 1 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓക്കെ, നൗ നിങ്ങൾ മെട്രിക്സ് ഓൾജിബ്ര ആയിട്ട് ഫെമിലിയർ ആണെങ്കിൽ ഈ ക്വസ്റ്റിന് കുറച്ചുകൂടെ ഷോർട്ടായിട്ട് ചെയ്യാം. പക്ഷേ ഇതാണ് ഒരു പ്രോപ്പർ വഴി എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓൾറെഡി ഇതിനെ നമ്മൾ ഡയഗണലൈസ് ചെയ്ത ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ? സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഈ ഓപ്പറേറ്റർ പുതിയ ബേസിസിൽ ആക്ട് ചെയ്താലും അവിടെ കറസ്പോണ്ടിങ് ഏഗൻ വാല്യൂസ് ഉണ്ടാവും. ഇതിൻ്റെ ഏഗൻ വാല്യൂ 3 ആണ്, ഇതിൻ്റെ ഏഗൻ വാല്യൂ 1 ആണ്. സോ അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ്ലി ആ ഏഗൻ വാല്യൂസിനെ ഡയഗണലൈസ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ അതൊരു ഷോർട്ട് കട്ടാണ്. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തതാണ് എന്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വഴി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാമിൽട്ടോണിയൻ ഓഫ് എ 2-level ക്വാണ്ടം സിസ്റ്റം ഈസ് h is equal to half h cut omega 1 1 1 minus 1, a possible initial state in which the probability of the system being in that quantum state does not change with the time is എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ കൺസെപ്റ്റ്സ് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ട്. ഇവിടെ ഒന്നാമത്തെ കാര്യം നമ്മൾ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ദി സിസ്റ്റം ബീയിങ് ഇൻ ദാറ്റ് ക്വാണ്ടം സ്റ്റേറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം എന്നാണ്. അതായത് എന്താണ് ഒരു പോസിബിൾ ഇനീഷ്യൽ സ്റ്റേറ്റ് ഉള്ളത്? ഇതെന്താണ്? ഒരു ഹാമിൽട്ടോണിയൻ ആണല്ലേ, ഒരു ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. സോ ഈ ഹാമിൽട്ടോണിയന് ഏഗൻ വെക്ടേഴ്സ് ഉണ്ടാവും അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് സ്റ്റേറ്റ് ആണ്, ഏത് ഇനീഷ്യൽ സ്റ്റേറ്റിൽ പാർട്ടിക്കിൾ ഉണ്ടെങ്കിലാണ് ആഫ്റ്റർ സം ടൈം ഇതിൻ്റെ എന്ത് ചെയ്യുന്നില്ല, പ്രോബബിലിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ? ഒരു 2-level ക്വാണ്ടം സിസ്റ്റം ആണ്. എന്താ 2-level ക്വാണ്ടം സിസ്റ്റം എന്ന് പറയുന്നത്? അവിടെ 2 എനർജി ലെവൽസ് ഉണ്ട്. മേ ബി E1 E2 എന്ന് പറയുന്ന 2 എനർജി ലെവൽ ഉണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്? സ്റ്റേറ്റുകളുണ്ട് അല്ലേ? സോ പാർട്ടിക്കിൾ ഇൻ ജനറൽ ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും ആവാം. പക്ഷെ ഇവിടെ കണ്ടീഷൻ ആ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നില്ല, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദാറ്റ് ക്വാണ്ടം സ്റ്റേറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം എന്നാണ് പറയുന്നത്.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സപ്പോസ് ഈ E1 എന്ന് പറയുന്ന എനർജി ഏഗൻ വാല്യൂ ഉള്ള കറസ്പോണ്ടിങ് ഏഗൻ വെക്ടർ psi1 ആണ്, ഓർ phi1, ലെറ്റ്സ് സേ phi1 ആണ്. E2 എന്ന് പറയുന്ന എനർജി ഏഗൻ വാല്യൂ ഉള്ള ഏഗൻ സ്റ്റേറ്റ് phi2 ആണെങ്കിൽ ഇൻ ജനറൽ ഈ സിസ്റ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, psi എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് വെക്ടർ അല്ലേ. ഇൻ ജനറൽ ഒരു പാർട്ടിക്കിൾ എന്തായിരിക്കും, ഈ സ്റ്റേറ്റ് വെക്ടറിലായിരിക്കും അവിടെ A phi1 പ്ലസ് B phi2 അല്ലേ. അതായത് phi1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, phi2 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. ഇതാണ് ഒരു ജനറൽ സ്റ്റേറ്റ് വെക്ടർ. ഇങ്ങനൊരു സ്റ്റേറ്റ് വെക്ടറിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആഫ്റ്റർ സം ടൈം ആ പാർട്ടിക്കിളിനെ ഇതേ സ്റ്റേറ്റ് കാണാനുള്ള പ്രോബിലിറ്റി എന്തായിരിക്കും, മാറിക്കൊണ്ടിരിക്കും. റൈറ്റ്. പ്രോബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ദി സിസ്റ്റം ബീങ് ഇൻ ദാറ്റ് ക്വാണ്ടം സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചേഞ്ച് ചെയ്യാത്ത സ്റ്റേറ്റുകളെ നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ് സ്റ്റേഷനറി സ്റ്റേറ്റ്? ഏഗൻ സ്റ്റേറ്റുകളാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്. സോ ഈ ഹാമിൽട്ടോണിയൻ്റെ ഏഗൻ സ്റ്റേറ്റുകളാണ് phi1 ഓർ phi2 എങ്കിൽ ഇനീഷ്യലി നമ്മൾ ഈ പാർട്ടിക്കിളിനെ മെഷർ ചെയ്യുമ്പോൾ അത് phi1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലുള്ളതെന്ന് വിചാരിക്കും. ദെൻ ആഫ്റ്റർ സം ടൈം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് phi1 തന്നെ ആയിരിക്കും. വീണ്ടും കുറച്ച് സമയം കഴിഞ്ഞ് മെഷർ ചെയ്യുമ്പോൾ അത് phi1 തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇത് സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ്. ഏഗൻ സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾ ഉള്ളതെങ്കിൽ അവിടെ എന്തില്ല, നമ്മൾ വീണ്ടും വീണ്ടും മെഷർ ചെയ്താലും പാർട്ടിക്കിൾ എന്തായിരിക്കും, അതേ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും. അതെന്ത് ചെയ്യുന്നില്ല, ട്രാൻസിഷൻ ഒന്നും സംഭവിക്കില്ല. റൈറ്റ്. അൺടിൽ അത് ഡിസ്റ്റർബ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ അല്ലേ. അപ്പോൾ ഇൻ ജനറൽ അതെന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ അത് phi1 ആവാം ഓർ phi2 ആവാം. ഇതിൽ ഏതെങ്കിലും ഒരു ഏഗൻ സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ നമ്മൾ അതെന്താണ്, സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ വ്യാഖ്യാനിക്കാം, ഇതാണ് ഹാമിൽട്ടോണിയൻ എങ്കിൽ എന്താണ് ഇതിൻ്റെ പോസിബിൾ ഏഗൻ സ്റ്റേറ്റ് എന്നാണ് ചോദ്യം. റൈറ്റ്. ആ ചോദ്യമാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. ഈ ഹാമിൽട്ടോണിയൻ്റെ പോസിബിൾ ആയിട്ടുള്ള ഏഗൻ സ്റ്റേറ്റ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതായിരിക്കും, ഇതാണ് ചോദ്യം. ഓക്കെ. റൈറ്റ്. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം എന്തായിട്ട് മാറി, phi1 ആൻഡ് phi2 കണ്ടുപിടിക്കുന്നതിലേക്ക് മാറി, ഏഗൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുന്നതിലേക്ക് മാറി. എങ്ങനെയാണ് ഏഗൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കുക? നമുക്ക് ഇതിന് ഏഗൻ വാല്യൂ ഇക്വേഷൻ ഉപയോഗിക്കാം. A മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണ്. റൈറ്റ്. സോ A മൈനസ് ലാംഡ ഐ, നമുക്ക് ഈ ഒരു കോൺസ്റ്റന്റ് ആവശ്യമില്ല, കാരണം A മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 ആണ്. നമ്മൾ ഇതിൻ്റെ A മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നത് എന്താണ്, ലാംഡ ഏഗൻ വാല്യൂസ് ആണ് അല്ലേ, ഏഗൻ വാല്യൂസ് ആണ്. സോ ഏഗൻ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞാൽ 1 മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് 1 മൈനസ് ലാംഡ 1 1 മൈനസ് 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0 അല്ലേ. A മൈനസ് ലാംഡ ഐ. നൗ നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, 1 മൈനസ് ലാംഡ ഇൻറ്റു ഡിറ്റർമിനന്റ് എടുത്താൽ 1 മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് കോമൺ ആയിട്ട് എനിക്ക് പുറത്തെടുക്കാം, മൈനസ് 1 പ്ലസ് ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0 അല്ലേ. റൈറ്റ്. നൗ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 പ്ലസ് ലാംഡ നമുക്ക് എന്താ കിട്ടുക, 1 മൈനസ് ലാംഡ സ്ക്വയർ അല്ലേ, 1 സ്ക്വയർ മൈനസ് ലാംഡ സ്ക്വയർ. അവിടെ ഒരു കോമൺ മൈനസ് ഉണ്ട് അല്ലേ, കോമൺ ഒരു മൈനസ് ഉണ്ട്. ഈ -1 അപ്പുറം പോകുന്നത് എന്ത് ചെയ്യുന്നു, പ്ലസ് ആവും, +1 ആവും. റൈറ്റ്. സോ നമുക്ക് എന്ത് കിട്ടുന്നു, സെക്കൻഡ്, നമുക്ക് എന്ത് കിട്ടുന്നു, 1 ആവുന്നു. സോ തിരിച്ചിട്ട് എന്ത് വരുന്നു, ലാംഡ സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 1 എന്ന് വരുന്നു അല്ലേ. ദാറ്റ് മീൻസ് ലാംഡ ഈക്വൽ ടു -1 അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരുന്നു, +1 ആവുന്നു അല്ലേ. അപ്പം 1 + 1 2 എന്ത് വരുന്നു, ലാംഡ ഈക്വൽ ടു +or - √2 എന്ന് വരുന്നു. സോ ഇതാണ് ഐഗൻ വാല്യൂസ്. +√2 ഒരു ഐഗൻ വാല്യൂ ആണ്, -√2 വേറൊരു ഐഗൻ വാല്യൂ ആണ്. ഈ ഐഗൻ വാല്യൂസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഐഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ +or - 2 ലാംഡ എന്നുള്ള ഈ ഒരു സംഭവം ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒരു ഐഗൻ വെക്ടർ ആണെങ്കിൽ എന്താ സംഭവിക്കുക, 1 1 1 - 1 ആണ്. ലാംഡ നമുക്കറിയാം +or - 2 ആണ്, √2 ആണ്. സോ ഞാൻ ആദ്യം √2 വെച്ച് ട്രൈ ചെയ്യണം, √2. സോ 1 1 - 1 ഇതിൻ്റെ ഐഗൻ സ്റ്റേറ്റിനെ ഞാൻ AB എന്ന് എടുക്കുകയാണ്. എനിക്ക് അറിയില്ല അത് എയും ബിയും എന്താണെന്നുള്ളത്, AB എന്ന് വിളിക്കുകയാണ്. ഈക്വൽ ടു ഐഗൻ വാല്യൂ ആണെങ്കിൽ ഇത് എന്താ കിട്ടുക, √2 ഇൻറ്റു കറസ്പോണ്ടിങ് AB ആണ് കിട്ടുക അല്ലേ, √2 ഇൻറ്റു AB ആണ് കിട്ടുക. സോ നമുക്ക് എന്ത് കിട്ടും, ഇത് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ എന്ത് വരും, A + B ഇതെന്ത് വരും, A - B ഈക്വൽ ടു √2A √2B ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ്. സോ നമുക്ക് എന്ത് കാണാം, A + B എന്ന് പറയുന്നത് √2A ആണ്, A + B എന്താണ്, √2A ആണ്. A - B
റൂട്ട് ടു ബി ആണ്. റൂട്ട് ടു ബി ആണ്. സോ ഞാനിത് തമ്മിൽ ആഡ് ചെയ്ത് എന്ത് വരും? പ്ലസ് ബി മൈനസ് ബി ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? എനിക്ക് കിട്ടുക 2a ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും അല്ലേ? റൂട്ട് ടു ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. സോ ഞാനത് എ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? 2 പ്ലസ് റൂട്ട് ടു ഇൻറ്റു എ, 2 പ്ലസ് റൂട്ട് ടു ഇൻറ്റു എ ഈക്വൽ ടു റൂട്ട് ടു ഇൻറ്റു ബി എന്ന് വരും അല്ലേ? റൂട്ട് ടു ഇൻറ്റു ബി എന്ന് വരും. റൂട്ട് ടു ഞാൻ കോമൺലി ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? റൂട്ട് ടു പ്ലസ് 1 ഇൻറ്റു എ ഈക്വൽ ടു ബി എന്ന് കിട്ടും. റൈറ്റ്, കാരണം റൂട്ട് ടു ഞാൻ കോമൺലി പുറത്തെടുത്തു, റൂട്ട് ടു ക്യാൻസൽ ചെയ്തു, ദെൻ റൂട്ട് ടു പ്ലസ് 1 ഇൻറ്റു എ ഈക്വൽ ടു ബി എന്ന് വരും. ദാറ്റ് മീൻസ് റൂട്ട് ടു പ്ലസ് 1 ഈക്വൽ ടു ബി ബൈ എ എന്ന് കിട്ടും. ബി ബൈ എ. സോ നോക്കണേ, ബി ബൈ എ താഴത്തെ ബിനെ എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? റൂട്ട് ടു പ്ലസ് 1 കിട്ടുന്നു. സോറി, റൂട്ട് ടു പ്ലസ് 1 കിട്ടും. റൈറ്റ്, നോക്കുക, നമ്മുടെ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എന്താണ്? കോസ് സൈൻ ആ ഫോമിലാണ് അല്ലേ? സോ സൈൻ പൈ ബൈ 4 ഡിവൈഡ് ബൈ കോസ് പൈ ബൈ 4, അല്ലെങ്കിൽ സൈൻ പൈ ബൈ 8 ഡിവൈഡ് ബൈ കോസ് പൈ ബൈ 8 അല്ലേ? സോ അതാണ് ബി ബൈ എ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ടാൻ എക്സ് ആണ് കിട്ടുക അല്ലേ? കോസ് എക്സ് ഡിവൈഡ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ആണ്. സോ നമുക്ക് എന്ത് എഴുതാം? ടാൻ എക്സ് ആണ് എന്ത്? റൂട്ട് ടു പ്ലസ് 1. റൈറ്റ്, എപ്പോഴാണ് ടാൻ എക്സ് റൂട്ട് ടു പ്ലസ് 1 വരിക? എക്സ് ഈക്വൽ ടു പൈ ബൈ 8 ആകുമ്പോഴാണ്. റൈറ്റ്, ദാറ്റ് മീൻസ് നമ്മളുടെ മെട്രിക്സ് എയും ബിയും എന്തായിരിക്കണം? കറസ്പോണ്ടിംഗ്ലി കോസ് പൈ ബൈ 8 സൈൻ പൈ ബൈ 8 ആയിരിക്കണം. സോ ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് അപ്പോൾ നമ്മുടെ റൈറ്റ് ആൻസർ. കോസ് പൈ ബൈ 8 സൈൻ പൈ ബൈ 8. ഓക്കെ, സോ ഇതൊക്കെ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സിലുള്ള ഓപ്പറേറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, PYQ ആണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.